അസ്സലാമു അലൈക്കും. ഇന്ന് ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബീഫ് നല്ല എല്ലൊക്കെ കളഞ്ഞിട്ടുള്ള 2 വലിയ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ടൈലില്ലാത്ത പീസ് നോക്കിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അതിന് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, അതൊക്കെ സാധനങ്ങൾക്കനുസരിച്ചിട്ടാണ്, കണക്കൊന്നും പറയണില്ല. ഓരോരുത്തരും ഇത് ഞങ്ങൾ കുറച്ച് ഉണ്ടാക്കണുള്ളൂ. അതിന് വേണ്ടി കുരുമുളക് പൊടി ഇട്ട് ഉപ്പ് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം വെച്ച് നമുക്കിനി കുക്കറിലിട്ടിട്ട് ഒരു 5 വിസിലടിക്കണം. അപ്പോൾ നന്നായിട്ട് നല്ല വെന്തുടഞ്ഞു പോകാൻ പാടില്ല. നമുക്കിത് വേവിച്ചതിൻ്റെ ശേഷമാണ് കട്ട് ചെയ്യലൊക്കെ. അപ്പോൾ ഇത് വലിയ പീസായിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇപ്പോൾ ബീഫൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമല്ലോ, ഹജ്ജ് പെരുന്നാളൊക്കെ ആയിട്ട്. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാനൊക്കെ പറ്റിയ സമയമാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ ബീഫ് വെച്ചിട്ടുള്ള. അപ്പോൾ അത് ബീഫ് വെന്തിട്ടുണ്ട് കേട്ടോ. 5 വിസിലടിച്ചു. അപ്പോൾക്ക് പാകത്തിന് വെന്തിട്ടുണ്ട്. വെന്തുടഞ്ഞും പോകാൻ പാടില്ല. ഇനി നമുക്ക് ഇതൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്യാൻ എടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ ആ സത്തുണ്ടല്ലോ, വെന്തതിൻ്റെ ആ വെള്ളം അത് കളയണ്ടിട്ട് അത് നമുക്കിത് മസാല കൂട്ടുമ്പോൾ മിക്സ് ചെയ്യാം. അപ്പോൾ അതങ്ങനെ കനം കുറച്ച് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വെട്ടണ വീഡിയോ ഒന്നും വെറുതെ വീഡിയോ ലെങ്ത് ആക്കിയിട്ട് നിങ്ങളൊന്നും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അതൊന്നും കാണിക്കണില്ല. അപ്പോൾ ചെറുതാക്കി കനം കുറച്ച് വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് മസാല തേച്ച് പിടിപ്പിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്കി അതിലേക്കുള്ള എരിവിന് പാകത്തിനുള്ള ഒക്കെ ഇടണം. ഇപ്പോൾ കോൺഫ്ലവർ ഒരു 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ തരി മുളകും പൊടി ഇടുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ സാധാ മുളക് പൊടി ഇട്ടിട്ടുള്ളത്. അത് കാശ്മീരി ചില്ലി ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ കളറായിട്ട് കിട്ടും. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കണ ചില്ലി പോലത്തെ നല്ല ചുവന്ന കളർ കിട്ടും. അപ്പം ഞങ്ങളടുത്ത് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് സാധാ മുളക് പൊടി തന്നെ ഇട്ടിട്ടുണ്ട്. കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ കുറച്ച് തന്നെ ഇട്ടാൽ മതിയിട്ട്. അത് നമ്മൾ വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ട്. എന്നാലും മസാല പിടിക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഉള്ളത് എടുത്തിട്ടുള്ളൂ. ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ആ ഗ്രേവി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ പാകം നോക്കിയതിന് ശേഷം വേണം ഇറച്ചിട്ടിട്ട് കുഴച്ച് വെക്കാൻ. അപ്പോൾ അത് ആ ഗ്രേവി ഒഴിച്ചിട്ട് നമുക്ക് ആ മിക്സൊക്കെ നന്നായിട്ടൊന്ന് ആയി കൊടുക്കുക. ഉപ്പൊക്കെ നോക്കി കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഒരു തരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല മിക്സാക്കിയിട്ട് അതിൽ കുഴച്ച് വെക്കാം. അപ്പോൾ 1/2 മണിക്കൂർ നമ്മളത് വെക്കണം കേട്ടോ. അവിടെ മസാല ഒക്കെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ചട്ടി വെച്ചിട്ട്, ഞങ്ങൾ കുറച്ചായതുകൊണ്ട് ഒരു കുഞ്ഞി ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കട്ടോ. അപ്പോൾ അതപ്പോൾ 1/2 മണിക്കൂറായപ്പോൾ നല്ല കായൊക്കെ മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ലേ. അപ്പോൾ ഇനി ഇത് ഫ്രൈ ആയി വരുന്നുണ്ട് കണ്ടോ, നല്ലോണം മുരിഞ്ഞ് വരുന്നുണ്ട്. എന്തായാലും എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഒന്നുകൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ മുളകൊക്കെ അതിൽ കിടന്ന് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മുളകൊക്കെ കടിച്ചിട്ടാനും നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് രണ്ടാമത്തെ ബാക്കിയുള്ളതും കൂടെ ഇടുന്നുണ്ട് കേട്ടോ.
എല്ലാതും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതാ റെഡി ആയിട്ടോ. ഇപ്പോൾ ഇഷ്ടമായവരൊക്കെ